എൻ്റെ 2 മക്കളായത് എന്താ എൻ്റെ പൊന്നു മക്കളെ എന്താ അവന് സന്തോഷം. മോളും കളിച്ചങ്ങനെ അമ്മേൻ്റെ പൊന്നു മോള് കളിച്ചങ്ങനെ. അയ്യോടാ ഇതൊരു സാധാ നിൻ്റെ ഭർത്താവ് എന്തോട്ടാ കളിക്കുന്നടാ? എന്താടാ കളിക്കുന്ന? കുഞ്ഞുവാവക്ക് അവൻ്റെ ഡാൻസ് കണ്ടാ നീ? അവളോട് പതുങ്ങ അവൻ കളിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് കിടന്നു കണ്ട ഓട്ടൻ്റെ കളി കണ്ട ലിസ അവൻ കളിക്കുന്നുണ്ട്. ഇവിടെ ചാച്ചിക്കാം മോളും ഇവിടെ ചാച്ചിക്കാം അവൻ്റെ പൊന്നുമക്കളോട് ചാച്ചിക്കാം. അവിടെ കയറിക്കാം. നീ അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ചുമ്മാ ഇരി പോ. അവിടെ കിടന്ന ഇതൊരു ആൻസറിനാണ് എൻ്റെ മോനോട്ടോ കൂട്ടിന്. കുഞ്ഞോളാ മോളും അവിടെ കിടന്ന പച്ചു കിടക്കുന്നില്ല നീ? അവൾ കിടക്കുന്നില്ല പോലും, നീ കിടന്നാൽ മതി. നോക്കണ്ട നോക്കുക അവളെങ്ങോട്ട് പോവുക. വേണ്ട അതൊക്കെ പരിശോധിക്കുക അവള്. ഡി കണ്ട നമ്മുടെ ടോബട്ടം കിടന്നാണ്ട. ആയിരിക്കിപ്പം ഗേറ്റിൻ്റെ അടുത്തൂട്ടാ പോയിക്കൂടാ. ആരാടി ലിസ? നോടോ യാരാ ಬಂದಿದ್ದಾರೆ ನೋಡು. ബോ ഏയ് ലിസ ഗേറ്റിൻ്റെ അടുത്ത് ചെല്ലും മോനെ. ഇവരെന്തോ സൗന്ദര്യ പണക്കത്തിലാന്ന് തോന്നുന്നു. കണ്ട കോംപ്രമൈസ് ആവുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് രണ്ടും കൂടെ. എന്താടാ? അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിന്നെ വഴക്കും അറിയൂ. പിന്നെ ഞാൻ അമ്മയല്ലാണ്ടായിപ്പോ, മനസ്സിലായാ? അതുകൊണ്ട് എന്തുണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല രണ്ടാളും. ലിസുക്കുട്ടി അവനെയാണേ അമ്മ വഴക്കും അറിയാം. അപ്പം നിനക്ക് സങ്കടമാവില്ല അവനെ വഴക്കും അറിയുമ്പോൾ, അല്ലേ? അയ്യോ നീ കയറിക്കോ, വാ. ചക്കരവാവ കയറിക്ക. ഇവിടെ പച്ച അവർക്കടന്നു. അവിടെ ഞാനുണ്ടെങ്കിലേ ഇരിക്കുന്നുള്ളൂ. അദ്ദേഹം കടന്നു. ലിസ ബൈലി ഇല്ലി മൽക്കോ. ഇല്ലി ബാ ബൈലി ഇല്ലി ಇಲ್ಲಿ മൽകല്ലേ. തോട്ട് അവൾ കുരയ്ക്കുന്നുണ്ട്, നീ ചെല്ലി. കേട്ടോ, നമ്മുടെ വീട്ടിൽ ആരും കയറാനൊന്നും പാടില്ല. ഇപ്പം ഞാനിവിടെയുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിയട്ടെ എന്നുള്ള വിചാരം എൻ്റെ മോക്ക്. ലിസ ഓടിവാ ലിസക്കുട്ടിയെ, ചിന്നമണി ഓടിവാ ബായില്ലേ മകളെ. കുറച്ച് കാലം കന്നഡ പറയണം, പിന്നെ അങ്ങ് മലയാളം ശീലമായിക്കോളും. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ടോബൂട്ടനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഇവൻ്റെ അവിടെ ലിസയുടെ അമ്മയാണ്. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ 15 ദിവസമൊക്കെ നാട്ടിൽ നിൽക്കേണ്ട മോളെ കല്യാണത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് പാവം ലിസയുടെ അമ്മയാണ് അവിടെ ടോബോട്ടിന് ഫുഡും എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ലിസേനെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല പിന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനില്ല. ഞാൻ പറഞ്ഞു ശരി ഓക്കെ കൊണ്ടുവിട്ടോളൂ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണ് അവർ കൊണ്ടുവിടുന്നത്. ഡിഡി പോകുന്നുണ്ട്. ടോബുട്ടാ നീ ഒന്നും ചെയ്യല്ലേ. ഏയ് അടി. മോളിങ്ങോരി ഇവിടെ കിടന്ന് അവളിങ്ങോട്ട് പോകുന്നു. അവൻ കള്ളം വന്നു. കുഞ്ഞുവാവ ഇങ്ങോരി അവിടെ കിടന്നു. നീ വലിയ ആളാവല്ലേ, പോക്കോ അങ്ങോട്ട് പോക്കോ.
അങ്ങോട്ട് പോക്കാം. റോഡിൽ ഗേറ്റിലാരോ വന്നിന് നോക്ക്. ഗേറ്റിലാരാ നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ഗേറ്റിലാരാ ഉള്ളത് നോക്ക്. ഗേറ്റിലാരാ ഉള്ളോ നോക്ക്. അവളവിടെ കിടക്കും. അവനവിടെ പോയി കിടക്കുക. കണ്ട അവൻ കിടന്ന കിടപ്പ് വേണ്ട. കള്ള ഡാ, നീ എന്തിനാ അവിടെ കിടന്നേ? ആ, നീ എന്തിനാ അവിടെ കിടന്നേന്ന്? ഇങ്ങ് പോര്. അമ്മേൻ്റെ അടുത്തോട്ട് പോരേ. അമ്മേനോട് വേണമെങ്കിൽ പോയി കിടക്കുക. നമുക്ക് അവള് മതി എന്നുള്ള ചിന്തയാ. അമ്മ എന്തോ അവിടെ പോയി കിടന്നിനവൻ. അവളോട് കിടന്ന കേട്ടാ. നമ്മളെങ്ങനെ സ്നേഹിക്കുന്ന അതുപോലെ അവരുടെ ജീവിതം. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം. നമ്മൾ സ്നേഹിക്കുന്നില്ല, അവർക്ക് കഷ്ടപ്പാട് തന്നെ. പിന്നെ ഒരാൾ പുറത്തുണ്ട്, ബ്ലാക്കി. അവളെയും ഞാൻ തന്നെയാണ് ഇപ്പം ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. കിടപ്പടുത്ത വീട്ടിൽ കിടക്കുന്നുണ്ട് അവൾ. ആരോ പോയിട്ട് വളർത്തിയിട്ട് ഉപേക്ഷിച്ചതാണ് അവളെ. എന്നാലും സാരമില്ല, അതിങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ വാക്സിനൊക്കെ ഞാനൊന്ന് എടുപ്പിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, അവൾ ഓക്കെയാണ്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാരും. എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്തോ, വാക്സിനൊക്കെ ചെയ്തോന്ന്. ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്യാം. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആവുന്നത് എല്ലാവരും നല്ലത് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനം. പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. പോവും ജീവിച്ചു പോയിക്കോളും നമ്മളെല്ലാവരും.